ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം NCERT-ക്കകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് എണ്ണം ഞാൻ ഇന്ന് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പതിയെ ചെയ്ത് തീർക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ വി ഹാവ് ദ എക്സസൈസ് 2.1. ചോദ്യം വായിച്ച് നോക്കാം. എന്താ ചോദിച്ചിരുന്നത്? Calculate the number of electrons which will together weigh 1 gram. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മൾ എണ്ണം കണ്ടുപിടിക്കണം. ആരെണ്ണം കണ്ടുപിടിക്കേണ്ടടാ? അതായത് എത്രയോ ഇലക്ട്രോൺസിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മാസ് എത്ര വേണം, അല്ലെങ്കിൽ വെയിറ്റ് എത്ര വേണം? 1 gram ആയിരിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ എന്താ വെച്ചാൽ എത്ര ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് 1 gram കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം. എടാ, നമ്മൾ പഠിച്ചൊരു കാര്യമില്ലേ, എന്താ വൺ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? മാസ് ഓഫ് 1 ഇലക്ട്രോൺ എത്രയാണെടാ? ഓർമ്മയുണ്ടോ? മാസ് ഓഫ് 1 ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം അല്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിലോഗ്രാമിലല്ല ആൻസർ വേണ്ടത്. നമുക്ക് എന്തിലാണ് വേണ്ടേ? ഗ്രാമിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം. എന്താ വഴി? ഇവിടെ നമുക്കറിയാം കെ എന്ന് പറഞ്ഞ സാധനം എന്താ? കിലോ എന്നല്ലടാ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? സോ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു കിലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1000 ആണ്. 1000 നമ്മളെങ്ങനെ കാണിക്കുക? 10⁻³ എന്നല്ലേ കാണിക്കുക. സോ ബാക്കി എന്താ ഇവിടെ ഉള്ളത്? ഗ്രാം. സോ ആൻസർ എന്താ വരും ഇവിടെ? 9.1 ഇൻറ്റു 10⁻28 ഗ്രാം. അപ്പോൾ നമ്മളിത് ചെയ്തു. ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കിലോഗ്രാമിലാണ് നമ്മൾ പഠിച്ചിരുന്നത്. നമ്മളതിൽ എന്തിലേക്ക് മാറ്റി? അതിനെ ഗ്രാമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. ശരി, ഓക്കെ. സോ നമ്മുടെ ആൻസറിൽ നമ്മൾ ആയിട്ടില്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസ് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാടാ? 9.1 ഇൻറ്റു 10⁻28 ഗ്രാം ആണ് കിട്ടിയത് അല്ലേ? അതായത് അത് 1 ഇലക്ട്രോണിൻ്റെ മാസ്സാണ് അല്ലേ? 1 ഇലക്ട്രോണിൻ്റെ മാസ്സാണ് എത്ര? 9.1 ഇൻറ്റു 10⁻28 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്താ? എത്ര ഇലക്ട്രോൺസിനെ എടുത്താലാണ് എനിക്ക് 1 ഗ്രാം ആവുക അല്ലേ? ഇവിടെ ഗ്രാമുണ്ട് എനിക്കിവിടെ. ഇപ്പുറത്ത് എന്താ ഉള്ളത്? 1 ഇലക്ട്രോണിൻ്റെ കേസാണ് ഇത്രയും ഗ്രാം. അപ്പം 1 ഗ്രാം ആക്കാൻ എന്താ പണി? ദാ ഈ കാണുന്ന വാല്യൂ ഇല്ലേ, ഇവനെ ഞാൻ പിടിച്ച് അപ്പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇവിടെ ആര് മാത്രം ബാക്കിയാവും? ഗ്രാം മാത്രം ബാക്കിയാവും. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് 1 ഗ്രാം ഇസ് ഈക്വൽ ടു ഇവനെ അപ്പുറത്തേക്ക് എടുത്തെന്ന് സംഭവിക്കുക, ഇത് ഇൻറ്റു അല്ലേ, എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. ഇപ്പം എന്താ വരിക ആൻസർ? 1/9.1 ഇൻറ്റു 10⁻28 അത്രയും ഇലക്ട്രോൺസ് നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അത്രയും ഇലക്ട്രോൺസ് ആണ് നമുക്കുണ്ടാവുക. ശരി, അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. ശരി, ഇതിൻ്റെ ആൻസർ എത്ര വരടാ? ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.098 ഇൻറ്റു 10⁻27 ഇലക്ട്രോൺസ് കേട്ടോ. ഇത്രയും ഇലക്ട്രോൺസ് കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ 1 ഗ്രാം കിട്ടുക. ഓക്കെ, ഇത്രയും ആൾക്കാരുണ്ടായാലാണ് നമുക്ക് എന്ത് കിട്ടുക? 1 ഗ്രാം ഇലക്ട്രോൺസ് കിട്ടുക. ശരി, ഓക്കെ. അപ്പോൾ ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും വരിക? 1 ഗ്രാം ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇനി നമ്മൾ 2.1 സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ് എന്നല്ല ചോദിക്കുന്നതാ. അതായത് നമുക്ക് 1 മോൾ ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചാർജ് എത്രയാണ്, മാസ് എത്രയാണ്, ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കേസ് ഞാൻ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. എടാ, നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ? മാസ് ഓഫ് 1 ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണല്ലോ. ഇനി ഫോർ 1 മോൾ, അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താ? 1 മോൾ ഇലക്ട്രോൺസിൻ്റെ കേസിൽ അവരുടെ മാസാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ആൾ എത്രയാണ്? 9.1 ഇൻറ്റു 10⁻31 ആണ് ഇൻറ്റു അത്രയും കിലോഗ്രാം അല്ലേ?
എടാ ഒരു മോൾ എന്ന് പറയുമ്പോൾ എത്ര വരിക? അത് അവോഗാഡ്രോ നമ്പറാണ്. എത്രയാണത്? 6.022 ഇൻറ്റു 10⁻23 അല്ലേ? അപ്പം നമുക്ക് ഇത് ഓൺ മൾട്ടിപ്ലിക്കേഷൻ 9×6 നമുക്കറിയാം 54 അപ്പോൾ അതിൻ്റെ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് 54.8 ഇൻറ്റു പവർ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 10⁻⁻8 അത്രയും എന്ത് വരും? കിലോഗ്രാം ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 54.8 ഇൻറ്റു 10⁻⁻8 കിലോഗ്രാം എന്ന ആൻസർ നമുക്ക് കിട്ടും. അതിലുപരി ആയിക്കൊണ്ട് ഇപ്പം നമുക്കിതിനെ വേണമെങ്കിൽ ഓൾമോസ്റ്റ് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 55 ഇൻറ്റു 10⁻⁻8 കിലോഗ്രാം എന്നും നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത്ര ആൻസർ മതി. ഞാൻ ഒന്നുകൂടെ കടന്ന് പറയുകയാണ്. അതായത് നിങ്ങൾ ചാപ്റ്റർ 1 അഥവാ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ പഠിച്ചില്ലേ നിങ്ങൾ? ആ ചാപ്റ്ററിൽ ഒരു PYQ ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ PYQ ചോദ്യം ഒന്ന് ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായിരുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ 0. ജസ്റ്റ് നോക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അവരുടെ ക്വസ്റ്റ്യൻ വെച്ചാൽ 0.55 മില്ലിഗ്രാം ഓഫ് ഇലക്ട്രോൺസ്, അത്രയും ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചത് അല്ലേ? സോറി, അത് എത്ര എണ്ണം ഉണ്ടാവുന്നു നമ്പർ, അതിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്കിവിടെ കിട്ടിയ ആൻസർ ഇല്ലേ, ഈ ആൻസറിൽ നിന്ന് ഞാൻ ഇതിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ശരി, നോക്കാം നമുക്കൊന്ന്. അപ്പം ഒന്ന് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുക. ഓക്കെ, സോ നമുക്ക് കിട്ടിയ ആ ആൻസറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന PYQയിലേക്ക് ഞാൻ ഒന്ന് പോയി നോക്കുകയാണ്. ഓക്കെ, ശരി, ഇതാ നോക്കിക്കാടാ. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആൾ ഇലക്ട്രോൺ ഡൈവേഴ്സിനല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ പഠിച്ചു ഫോർ 1 മോൾ ഇലക്ട്രോൺസ് എത്രയാണ് മാസ് വരിക? 1 മോൾ ഇലക്ട്രോണിൻ്റെ കേസിൽ അവരുടെ മാസ് വരുന്നത് എത്രയാടാ? നമുക്ക് കിട്ടിയത് 55 ഇൻറ്റു 10⁻⁻8 കിലോഗ്രാം എന്നല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ നമ്മൾ കണ്ട 0.55 മില്ലിഗ്രാമിലേക്ക് ഞാൻ എത്തിച്ചേരാം. നോക്കിക്കോ, അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുമ്പോൾ കേട്ടോ. സോ ഇതിനെ ഞാൻ 0.55 എന്നാക്കുവാണെങ്കിൽ എന്ത് പുറത്ത് വരും? 10⁻². കാരണം എനിക്കറിയാം 55 എന്ന് കിട്ടണമെങ്കിൽ 0.55നെ 100 കൊണ്ട് ഗുണിക്കണ്ടേ? 10⁻² എന്ന് പറഞ്ഞാൽ എന്താ? 100 സാധനം. ഓക്കെ, ഇൻറ്റു 10⁻⁻8 അവിടെ ഓൾറെഡി ഉണ്ട്, ഇൻറ്റു ഇവിടെ കിലോ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1000 ആണ്. സോ എനിക്ക് എന്ത് കൊടുക്കാം? 10⁻³ കൊടുക്കാം. ബാക്കി എന്താണുള്ളത്? അവിടെ ഗ്രാം ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇനി ഞാൻ വീണ്ടും ചെയ്യാൻ പോവാണ്. 10⁻²ഉം 10⁻³ എത്ര വരിക? 10⁻5 വരും. ദെൻ ആ 10⁻5 പ്ലസ് 10⁻⁻8 സോറി ഇൻറ്റു 10⁻⁻8 എന്താ വരിക? 0.55 ഇൻറ്റു 10⁻⁻3 എന്ന് വരൂലേ? അത്രയും ഗ്രാം എന്ന് കിട്ടില്ലേ നമുക്ക്? എടാ പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, 10⁻⁻3 പറഞ്ഞാൽ എന്താ? അതിൻ്റെ പേരാണ് മില്ലി. 10⁻³ ആണെങ്കിൽ എന്താ വിളിക്കുക? കിലോ ആണ്. 10⁻³ ആണെങ്കിൽ എന്താ വിളിക്കുക? മില്ലി എന്ന് വിളിക്കുക. സോ നമുക്ക് എന്താ ആൻസറിലേക്ക് പോകാൻ പറ്റുക? 0.55 മില്ലിഗ്രാം. സോ 1 മോൾ ഓഫ് ഇലക്ട്രോണിൻ്റെ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഒന്നുകിൽ 0.55 മില്ലിഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? 55 ഇൻറ്റു 10⁻⁻8 കിലോഗ്രാം എന്നും പറയാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.2-ൽ അതിന് മുന്നേ തന്നെ നമുക്ക് 2.1-ൽ തന്നെ നമുക്ക് ഇതിൽ ചാർജ് കണ്ടുപിടിക്കണ്ടേ? അത് നമ്മൾ വിട്ടുപോയല്ലോ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ചാർജ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കേസ് പഠിച്ചത്. ഇനി നമുക്ക് 2.1-ൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കണം. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അതൊക്കെ ഈസിയാണ് കേട്ടോ. നമുക്കൊരു സിമ്പിൾ വാല്യൂ അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമുക്കറിയാം ഫോർ 1 ഇലക്ട്രോൺ അയാളുടെ ചാർജ് എത്രയാ? ചാർജ് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച എത്രയാടാ? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബ് അല്ലേ? അപ്പം അത് 1 മോൾ ആണെങ്കിലോ ഫോർ 1 മോൾ നമുക്കറിയേണ്ട ആൻസർ എത്രയാ അല്ലേ? എത്രയാണ് വരിക? ഒരാളുടെ 1.6 ഇൻറ്റു 10⁻⁻19 ആണ്, ഇൻറ്റു അതൊരു മോളിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര വരണം? 6.022 ഇൻറ്റു 10⁻23 ആൾക്കാർ വേണ്ടേ? അപ്പോൾ അത് നമ്മൾ ഓൺ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എത്ര കിട്ടും? ഇത്
ഓൾമോസ്റ്റ് നമുക്കിതിൻ്റെ ഈ ഒരു കേസ് പ്ലസ് ടു നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ ഇതിൽ ചേർത്ത് പറയും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഓൾമോസ്റ്റ് നമുക്ക് വരാം 6 × 1.6 എന്ന് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് 9 ഇൻറ്റു 10⁻⁻4 വരും, 9.5 സംതിങ് വരും. ഓക്കെ, 9.65 വരും, ഓൾമോസ്റ്റ് 9.65 ഇൻറ്റു 10⁻4 അത്രയും കൂളോംബാണ് വരിക. ഇതിനെ നമ്മൾ എടുക്കുന്നൊരു രീതിയുണ്ട് നമ്മളെ പ്ലസ് ടുവിലേക്ക് ആവശ്യ രീതിയിലേക്ക്. അതായത് നമ്മൾ വാല്യൂ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, നമുക്കത് അപ്രോക്സിമേറ്റ്ലി 96,500 കൂളോംബ് എന്ന് പഠിച്ചു വയ്ക്കുക. ഈ വാല്യൂവിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആൻഡ് ദിസ് വാല്യൂ ഇസ് കോൾഡ്, നമ്മളെന്താ വിളിക്കാന്ന് ഇതിനെ, ഇറ്റ് ഈസ് കോൾഡ് 1 ഫാരഡ്. അഥവാ ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജിനെ നമ്മൾ എന്താ വിളിക്കും, 1 ഫാരഡ് എന്ന് വിളിക്കും. അതിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു വെക്കണം. 96,500 കൂളോംബ് എന്ന് പറയുന്നൊരു വാല്യൂ ആണ് നമ്മൾ പഠിച്ചു വയ്ക്കുക. കേട്ടല്ലോ? ഓക്കെ, സോ ഇതായിരുന്നു